ആ നടപ്പാക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്റിന് ബോധ്യമായല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ എത്രയോ കൊല്ലമായി. അതുകൊണ്ട് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പിന്നെ ശ്രമിച്ചിട്ടില്ലല്ലോ. ആ സൈസ് കാറിൻ്റെ ഉണ്ടല്ലോ, അതിനൊക്കെ കൂടിയ കാറിൻ്റെ ഉണ്ടല്ലോ. ആ കാറിൽ കയറാനുള്ള മുഖം കൊണ്ടല്ല സംസാരിച്ച് ചിലപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പങ്കെടുത്ത ശേഷം ഇപ്പോൾ SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാതൃഭൂമി ചേരുകയാണ്. ആദ്യം നമുക്കൊരു കൗതുകമായിരുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം ഒരേ 1-ാം നമ്പർ കാറിൽ വന്നൊരു യാത്ര. എന്തായിരുന്നു ഒരു അല്ല 1-ാം നമ്പറിനൊക്കെ കാറിൽ ഞാൻ യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പറയാനാ? ആ സൈസ് കാറിൻ്റെ ഉണ്ടല്ലോ, അതിനൊക്കെ കൂടിയ കാറിൻ്റെ ഉണ്ടല്ലോ. ആ കാറിൽ കയറാനുള്ള മുഖം കൊണ്ടല്ല സംസാരിച്ച് ചിലപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ശരി ഒന്നിച്ച് പോകാം. രണ്ടുപേരും രാമലക്ഷ്മണന്മാരെ പോലെ ഇങ്ങനെ ചിരിച്ചു കളിച്ചായിരുന്നു വന്നത്. അത് നിങ്ങൾ ദൈവമാക്കും പിശാചുമാക്കണം നിങ്ങൾ തന്നെയാണ്. രാമനും ലക്ഷ്മണനും ആക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ റിവേഴ്സും അടിക്കും. എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ലെന്ന്, എനിക്ക് പാർലമെൻറ്റ് മോഹമില്ല. വേറെ മറ്റു CMൻ്റെ പ്രത്യേക താല്പര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി യാതൊരു താല്പര്യം എനിക്ക് സാധിക്കാനില്ല. അത് നല്ല മുഖ്യമന്ത്രിയായിട്ട് പോണു, ഇനിയും വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇവിടെ എല്ലാ ഒട്ടേറെ സാമുദായിക നേതാക്കന്മാരുണ്ട്, പക്ഷേ അങ്ങേ മാത്രമേ CM വിളിച്ചോളൂ ഒരുമിച്ച് വരാൻ വേണ്ടി. അല്ല, ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സമുദായ നേതാവെന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ വിളിച്ച്. അടുത്ത ദിവസം പന്തളത്ത് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട്. അതിന് ജനറൽ സെക്രട്ടറിയുടെ പിന്തുണയുണ്ടോ? കാരണം ഞാൻ എതിരല്ല. കാരണം അവർക്ക് അവരെന്നെ കാണാൻ വന്നു, ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്താ തെറ്റ്? അപ്പോൾ അവർക്ക് തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാ സമുദായ സംഘടനകളും എല്ലാം സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് ഇതിന് നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു അവർ ഇതിനൊന്നും എതിരല്ല. അവർ രണ്ട് കാര്യമാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസ് അവരുടെ നേതാക്കന്മാരെല്ലാം പ്രതിയാക്കളുണ്ട് ഒന്നത്. പിന്നെ അഫിഡവിറ്റ് കൊടുത്തതിൽ തിരുത്താണ് സ്ത്രീ പ്രവേശനമായിട്ടുള്ളത്. ഈ രണ്ട് ഡിമാൻഡ് അംഗീകരിച്ചാൽ അവരെ സഹകരിക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അഫിഡവിറ്റിനൊക്കെ പ്രാധാന്യം, പാവങ്ങൾ ഒരുപാട് പേര് പ്രതികളായി പോയിട്ടുണ്ട്, ഞങ്ങളുടെ ആളുകൾ അറിയാതെ അറിഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇല്ലാതാക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ട് ഇവരാരും പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞൊരാളാണ്. അതിനി ആ ഡിമാൻഡും ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. ഈ അഫിഡവിറ്റ് തിരുത്തിയില്ലെങ്കിലും ഗവൺമെൻറ് അഫിഡവിറ്റ് തിരുത്തിന് തുല്യമായിട്ടാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് മുൻ ദേവസ്വം മന്ത്രി പറഞ്ഞത് യുവതി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി തെറ്റാണ്, അല്ലാത്ത പക്ഷം ഈ കേസ് വീണ്ടും സുപ്രീം കോടതി എത്രയോ കാലം മുമ്പേ പരിഗണിക്കേണ്ടതായിരുന്നു. സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് മാതൃഭൂമിയോട് പ്രതികരിച്ചു, ഇതിന്റെ മുന്നിൽ വെച്ച് തന്നെ. അപ്പോൾ ആ ബോധ്യം സുപ്രീം കോടതിക്ക് ഉള്ളത് കൊണ്ടാണ് ഹർജികൾ എടുക്കാൻ വൈകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം ആ ഒരു തീരുമാനത്തിൽ ശക്തമായ എതിരെയല്ല കോടതി ബോധ്യമായല്ലോ. അപ്പോൾ അത് ആ നടപ്പാക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്റിന് ബോധ്യമായല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ എത്രയോ കൊല്ലമായി. അതുകൊണ്ട് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പിന്നെ ശ്രമിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇത് നടത്തുന്നത് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ സ്ത്രീ പ്രവേശനം നടത്തിയ കൊല്ലം അത് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിനല്ലേ അവർ 99 സീറ്റോട് ജയിച്ചില്ലേ. പിന്നെ എല്ലാത്തിനും ഈ ആര് പറഞ്ഞു എന്ന് നോക്കി അത് അഭിപ്രായം പറയാം. എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് പറ. നമ്മുടെ അയ്യപ്പൻ്റെ ഒരു വിവാദ ഭൂമിയാക്കാതെ എല്ലാവരും ശ്രമിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയും പരിപാടിയും ഒരുപാട് പേര് സ്പോൺസർ ചെയ്യാറുണ്ട്. ഒക്കെ മേടിച്ചിട്ട് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അയ്യപ്പന്മാരിലൂടെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവർക്ക് കിടക്കാനും മലവിസർജനത്തിന് പോലും ഇവിടെ സൗകര്യമില്ല, ഇരിക്കാനും വിരിവെക്കാനും സ്ഥലമില്ല. അതിനുള്ള സൗകര്യം കൂടെ ഇതോടൊപ്പം ഉണ്ടാക്കണം. അതായത് യുവതി പ്രവേശനം വേണ്ട എന്നുള്ള നമ്മുടെ മുൻ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റമില്ല. അത് ജനം ഹൃദയം കൊണ്ട് സ്വീകരിച്ചതാണ്. ജനമെന്ന് മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെ സ്വീകരിച്ചതാണ്. അതുതന്നെയാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട മുൻ നിലപാടിൽ യാതൊരു തരത്തിലുള്ളൊരു മാറ്റവുമില്ല. അപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ഒരു കാറിൽ ഒരുമിച്ച് വന്നതിനെ സംബന്ധിച്ച് രസകരമായിട്ടുള്ള രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷം ആണ് അദ്ദേഹം പങ്കുവെക്കുന്നത്.